നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കോടതി വിധി അനുസരിക്കാതെ വിമാന കമ്പനികൾ വിമാന ടിക്കറ്റ് എടുക്കുകയും കോവിഡ് പ്രതിസന്ധിയിൽ യാത്ര ചെയ്യാനാവാതെ വരികയും ചെയ്തവർക്ക് ടിക്കറ്റിന്റെ തുക തിരികെ നൽകണമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പല വിമാന കമ്പനികളും നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി. തുക തിരിച്ചു കിട്ടാനായി അപേക്ഷ നൽകുന്നവരോട് പല ഒഴിവുകഴിവുകൾ പറയുകയാണ് കമ്പനികൾ. വിമാന ടിക്കറ്റിന്റെ മുഴുവൻ തുകയും റീഫണ്ട് നൽകണമെന്നാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി ലീഗൽ സെൽ നൽകിയ പൊതു താൽപര്യ ഹർജിയിലായിരുന്നു വിധി. വിമാന ടിക്കറ്റുകൾക്ക് റീഫണ്ട് നൽകുമെന്നാണ് കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ വിമാന കമ്പനികൾ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ ഇതേ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാമെന്നാണ് പിന്നീട് അറിയിച്ചത്. എന്നാൽ പല പ്രതിസന്ധികൾ മൂലം യാത്ര ചെയ്യാനാവാതിരിക്കുകയും വന്ദേ ഭാരത് പോലെയുള്ള പദ്ധതികളിൽ യാത്ര നടത്തുകയും ചെയ്ത പ്രവാസികൾക്ക് നേരത്തെ എടുത്ത വിമാന ടിക്കറ്റിന്റെ തുക തിരിച്ചു കിട്ടാത്ത അവസ്ഥയുണ്ടായി. ഈ ഘട്ടത്തിലാണ് പ്രവാസി ലീഗൽ സെൽ സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകുന്നത്. ലോക്ക്ഡൌൺ കാലാവധിക്കുള്ളിൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ കാര്യത്തിൽ 15 ദിവസത്തിനകം റീഫണ്ട് നൽകണമെന്നാണ് സുപ്രീം കോടതി വിമാന കമ്പനികളോട് ഉത്തരവിട്ടത്. സാമ്പത്തിക പരാധീനത മൂലം വിമാന കമ്പനികൾക്ക് നിലവിൽ റീഫണ്ട് നൽകാൻ സാധിക്കില്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഷെല്ലിലേക്ക് തുക മാറ്റിവെക്കണം. യാത്രക്കാരന് വേണമെങ്കിൽ 2021 മാർച്ച് 31 വരെ ഏത് റൂട്ടിലേക്കും യാത്ര അനുവദിക്കണം. യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ഫെയർ കൂടുതലാണെങ്കിൽ ബാക്കിയുള്ള തുക അടയ്ക്കുകയും കുറവാണെങ്കിൽ ബാക്കി തുക റീഫണ്ട് നൽകുകയും വേണം. ഇങ്ങനെ മാറ്റിവെക്കുന്ന ക്രെഡിറ്റ് ഷെൽ തുകയ്ക്ക് നഷ്ടപരിഹാരമായി ജൂൺ 2020 വരെ 0.5% ഇൻസെന്റീവും അതിനുശേഷം വരുന്ന കാലാവധിക്ക് 0.25% ഇൻസെന്റീവ് യാത്രക്കാരന് നൽകണം. എന്നാൽ ഈ വിധികളെല്ലാം കാറ്റിൽ പറത്തുകയാണ്. കോവിഡ് പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിൽ വിമാന ടിക്കറ്റിലൂടെ പ്രവാസികളെ പിഴിയുകയാണ് വിമാന കമ്പനികൾ. കോവിഡ് പ്രതിസന്ധിയിൽ വിമാനയാത്ര സാധ്യമാകാത്തവർക്ക് ടിക്കറ്റിന്റെ തുക പൂർണ്ണമായും മടക്കി നൽകണമെന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും എയർ ഇന്ത്യ സ്വീകരിക്കുന്നത് ഏവരെയും ഞെട്ടിക്കുന്ന നിലപാടാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ അടുത്ത് തങ്ങളുടെ സമ്മർ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചിരുന്നു. കോവിഡ് കാലത്ത് ടിക്കറ്റ് എടുക്കുകയും യാത്ര ചെയ്യാൻ പറ്റാതാവുകയും ചെയ്ത നിരവധി പേർ ഇതോടെ യാത്രാ തീയതി മാറ്റാൻ കമ്പനിയെ സമീപിക്കുന്നു. എന്നാൽ യാത്രക്കാരെ പിഴിയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രവാസി സമൂഹത്തെ കൈപിടിച്ചുയർത്തുന്നതിനും ആരോഗ്യരംഗത്ത് നേർവഴി കാണിക്കുന്നതിനും പുതിയ പ്രതീക്ഷകൾക്ക് നിറം പകരുന്നതിനും മികച്ചൊരു ജീവിത ശൈലി കെട്ടിപ്പടുക്കുന്നതിനും പ്രവാസികളെ പ്രാപ്തരാക്കാൻ ലക്ഷ്യമിട്ട് ഗൾഫ് മാധ്യമവും ആസ്റ്റർ DM ഹെൽത്ത് കെയറും കൈകോർക്കുന്ന ആരോഗ്യ കമ്പനിക്ക് തുടക്കം. പ്രവാസി സമൂഹത്തെ കൈപിടിച്ചുയർത്തുന്നതിനും ആരോഗ്യരംഗത്ത് നേർവഴി കാണിക്കുന്നതിനും പുതിയ പ്രതീക്ഷകൾക്ക് നിറം പകരുന്നതിനും മികച്ചൊരു ജീവിതശൈലി കെട്ടിപ്പടുക്കുന്നതിനും പ്രവാസികളെ പ്രാപ്തരാക്കാൻ ലക്ഷ്യമിട്ട് ഗൾഫ് മാധ്യമവും ആസ്റ്റർ DM ഹെൽത്ത് കെയറും കൈകോർക്കുന്ന ആരോഗ്യ ക്യാമ്പയിന് തുടക്കം. ന്യൂ വേൾഡ് ന്യൂ ഹോപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പയിന്റെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും വെർച്വൽ ചടങ്ങിൽ ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ MD-യുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ നിർവഹിച്ചു. സൗദിയിൽ 2ാം ഘട്ട കോവിഡ് വാക്സിനേഷൻ ഇന്ന് ആരംഭിക്കും. സൗദി അറേബ്യയിൽ കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ 2ാം ഘട്ടം ഇന്ന് തുടങ്ങുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വാക്സിനേഷൻ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. മുൻഗണന അനുസരിച്ച് ദിവസേന വാക്സിൻ സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂട്ടും. നിലവിൽ അംഗീകരിച്ച എല്ലാ വാക്സിനുകൾക്കും 2 ഡോസുകൾ ഉണ്ടാകുമെന്ന് ആരോഗ്യ മന്ത്രാലയം ഡെപ്യൂട്ടി മന്ത്രി ഡോക്ടർ അബ്ദുള്ള അസീരി പറഞ്ഞു. വാക്സിൻ സ്വീകരിക്കാനായി രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 20 ലക്ഷമായി. ഈ വർഷം അവസാനത്തോടെ ബാക്കി 26 ലക്ഷം ആളുകൾക്കും വാക്സിൻ വിതരണം ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ. ഭരണാധികാരികളായ സൽമാൻ രാജാവും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും ആദ്യഘട്ടത്തിൽ വാക്സിൻ സ്വീകരിച്ചിരുന്നു. ഫൈസർ വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്നും 10 ദശലക്ഷം ഡോസുകളാണ് സൗദി സ്വീകരിക്കുന്നത്. ഇത് വേഗത്തിൽ തന്നെ രാജ്യത്ത് എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ച ശേഷം മാത്രമേ ആസ്ട്രാസെനക വാക്സിൻ രാജ്യത്ത് ലഭ്യമാക്കുകയുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യക്കാരായ അർഹരായ രോഗികളുടെ ചികിത്സാ ചിലവ് അടിയന്തര ഘട്ടങ്ങളിൽ വഹിക്കാൻ എംബസി തയ്യാറാണെന്ന് അംബാസിഡർ CB ജോർജ് പറഞ്ഞു. ഇന്ത്യൻ എംബസി ഹാളിൽ സംഘടിപ്പിച്ച ഓപ്പൺ ഹൗസിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കുവൈറ്റിലെ ഇന്ത്യക്കാർക്കുള്ള നിയമസഹായ പദ്ധതികൾ എന്ന വിഷയത്തിൽ നടത്തിയ ഓപ്പൺ ഹൗസിൽ എംബസി ഹാളിൽ ക്ഷണിക്കപ്പെട്ട പരിമിതമായ അതിഥികളും ഓൺലൈനായി 100 കണക്കിന് ആളുകളും സംബന്ധിച്ചു. കഴിഞ്ഞ മാസങ്ങളിൽ 100 കണക്കിന് സൗജന്യ വിമാന ടിക്കറ്റുകളും 1000 ഭക്ഷണ പൊതികളും എംബസിയുടെ നേതൃത്വത്തിൽ നൽകി. വന്ദേ ഭാരത് ദൗത്യം വഴി 1,80,000 പ്രവാസികൾ നാടണഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യക്കാരുടെ ഉന്നമനത്തിനായി രാജ്യത്തെ വിവിധ
ഊഷ്മളമായ സ്വീകരണമാണ് എല്ലായിടത്തു നിന്നും ലഭിക്കുന്നതെന്നും അംബാസിഡർ കൂട്ടിച്ചേർത്തു. ജനുവരിയിൽ എംബസി ഇടപെട്ട വിഷയങ്ങളും നൽകിയ സഹായങ്ങളും സംബന്ധിച്ച് സെക്കൻഡ് സെക്രട്ടറി ഫഹദ് സൂരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇന്ത്യക്കാർക്ക് ലഭ്യമായ നിയമസഹായങ്ങൾ സംബന്ധിച്ച് ഫസ്റ്റ് സെക്രട്ടറി രാഹുൽ വിശദീകരിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരുന്ന കുവൈറ്റ് 21 മുതൽ വിദേശികളെ പ്രവേശിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെ യാത്രാ നിരോധമുള്ള 35 രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ഉണ്ടായിരിക്കില്ല. എന്നാൽ മറ്റൊരു രാജ്യത്ത് 14 ദിവസം തങ്ങിയതിനു ശേഷം ഇന്ത്യക്കാർക്ക് കുവൈറ്റിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇങ്ങനെ കുവൈറ്റിലേക്ക് പുറപ്പെട്ട ഒട്ടേറെ മലയാളികളാണ് ഇപ്പോൾ ദുബായിൽ കുടുങ്ങിക്കിടക്കുന്നത്. 21 മുതൽ ഇവർക്ക് യാത്ര ഒരുങ്ങുകയാണ്. കുവൈറ്റിലേക്കുള്ള വിമാനത്തിൽ 35 യാത്രക്കാർ മാത്രമായിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. പ്രതിദിനം 100 പേർക്ക് മാത്രമാണ് പ്രവേശനം. എന്നാൽ അവിടെ നിന്ന് പുറത്തേക്കുള്ള വിമാനങ്ങളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ നിയന്ത്രണമില്ല. കുവൈറ്റിലെത്തുന്നവർക്ക് 7 ദിവസം സ്വന്തം ചിലവിൽ ഹോട്ടൽ ക്വാറന്റൈനും 7 ദിവസം ഹോം ക്വാറന്റൈനും നിർബന്ധമാണ്. വിമാനത്താവളത്തിലും 7-ാം ദിവസം RT-PCR പരിശോധന നടത്തും. യാത്രയ്ക്ക് ഒരുങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് പുതിയ യാത്രാ നിർദ്ദേശം പുറത്തിരിക്കുകയാണ് ഇന്ത്യ. കൊറോണ വൈറസിന്റെ അതിവേഗം പടരുന്ന ദക്ഷിണാഫ്രിക്കൻ ബ്രസീലിയൻ വകഭേദങ്ങൾ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്ത്യ പുതിയ യാത്രാ മാർഗനിർദ്ദേശം പുറത്തിറക്കി. UK, യൂറോപ്പ്, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒഴികെയുള്ള രാജ്യാന്തര യാത്രികർക്കാണ് പുതിയ മാർഗനിർദ്ദേശം ബാധകമാക്കുക. പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുൻപ് RT-PCR പരിശോധന നടത്തി നെഗറ്റീവാണെന്ന് സ്ഥിരീകരിക്കണം. കുടുംബത്തിലെ മരണം കാരണം യാത്ര ചെയ്യുന്നവരെ മാത്രമാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. UK, യൂറോപ്പ്, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങൾ വഴി യാത്ര ചെയ്യുന്നവർ എത്തുമ്പോൾ സ്വന്തം ചിലവിൽ RT-PCR പരിശോധന നിർബന്ധമായും നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്ത ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരും ഇതേ നിർദ്ദേശം പാലിക്കണം. വൈറസിന്റെ ദക്ഷിണാഫ്രിക്കൻ വകഭേദം 4 പേരിലും ബ്രസീലിയൻ വകഭേദം ഒരാളിലുമാണ് കണ്ടെത്തിയത്. ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ പ്രവാസി മലയാളിക്ക് കോടികളുടെ മഹാഭാഗ്യം. ബുധനാഴ്ച നടന്ന മില്യനർ ഫൈനസ്റ്റ് സർപ്രൈസ് നറുക്കെടുപ്പിലാണ് കണ്ണൂർ സ്വദേശി ശരത് കുന്നുമലിന് 1ാം സമ്മാനം ലഭിച്ചത്. $10 ലക്ഷം സമ്മാനത്തുക. ദുബായിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയാണ് ശരത്. 9 സുഹൃത്തുക്കളോടൊന്നിച്ചാണ് ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് സമ്മാനത്തുക അവരുമായി പങ്കുവെക്കും. പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കായി പണം ഉപയോഗിക്കുമെന്ന് ശരത് പറഞ്ഞു. ഫെബ്രുവരി 2-നാണ് സമ്മാനാർഹമായ 4275 നമ്പറിലെ ടിക്കറ്റ് എടുത്തത്. നറുക്കെടുപ്പിന്റെ തത്സമയ സംപ്രേഷണം പോലും കാണാതിരുന്ന അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ടാണ് സമ്മാനം തേടിയെത്തിയത്. ബഹ്റൈനിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ജാഗ്രത തുടരണമെന്ന് നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. കോവിഡ് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതില്ലെന്ന ഒരു മിഥ്യാധാരണ പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അതൊരിക്കലും ശരിയല്ല. വാക്സിൻ എടുത്ത ശേഷവും സാമൂഹ്യ അകലം ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ തുടരേണ്ടതാണ്. ഏതാനും ആഴ്ചകളായി കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് തികച്ചും പൊതുജനങ്ങളുടെ നിസ്സഹകരണം മൂലം മാത്രമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ വലീദ് അൽ മനിയ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.